വൈപ്പിൻ തീരദേശത്തെ കടലാക്രമണം തടയുന്നതിന് അടിയന്തരമായി ടെട്രാപോഡും ബുദ്ധിമുട്ടുകളും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാറക്കൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. അഖില കേരള ധീവരസഭ വൈപ്പിൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ വൈപ്പിൻ താലൂക്ക് പ്രസിഡന്റ് NB രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിത പ്രശ്നമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകണം. ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഞങ്ങളെ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ആകെ വരുന്നത് ജിയോ ഭാഗമാണ്. കുഴിപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി രൂക്ഷമായ കടലാക്രമണം നടക്കുകയാണ്. അവിടെ 20-ാം തീയതി ടെട്രോപാഡുകൾ നാളെ ടെട്രോപാഡുകൾ സ്ഥാപിക്കുന്നതിന് പകരം അവിടെ കൊണ്ടുവരാൻ പോകുന്നത് ജിയോ ബാഗുകളാണ്. ഈ ടെട്രാപോഡിന് നടപടി എത്രത്തോളമായി, എത്രത്തോളം ടെട്രാപോഡുകൾ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ഇവിടെ നമ്മുടെ പ്രതികരിക്കുന്ന ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്കുണ്ട്. പക്ഷേ യാതൊരു നടപടിയും നീങ്ങുന്നില്ല എന്നുള്ള വസ്തുത. കാരണം ടെട്രാപോഡ് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് 1 മാസം മുന്നോട്ടുമെങ്കിലും ഒരു ടെട്രാപോഡ് പോലും എടവനക്കാട് പഞ്ചായത്തിൽ വന്നില്ല. ആ സമയത്ത് തന്നെയാണ് നായിരമ്പലം പഞ്ചായത്തിൽ സംഭവം ഉണ്ടായത്. നായിരമ്പലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം, വെളിയത്താമ്പറ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം വന്നു. അവിടെ പള്ളിയും അമ്പലത്തിന്റെ ഒരു ഭാഗവും നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ വന്ന ജനപ്രതികൾ പറഞ്ഞു, ആളുകൾക്ക് വാഗ്ദാനം നൽകി. പക്ഷെ അവിടെയും ജിയോബാഗുകൾ മാത്രമാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ സ്ഥിതി എന്താകുമെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലാണ്. കാരണം 25 കിലോമീറ്ററിനുള്ളിൽ വരുന്ന പ്രദേശത്തെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും തീവ്ര സമുദായത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അധിവസിക്കുന്നത്. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ, ശാശ്വതമായ നടപടി ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അങ്ങനെ തയ്യാറാകാതെ വന്ന ശക്തമായ സമരവുമായി ഈ നാട്ടിലെ യോജിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളുമായി യോജിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറാകും. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ചുരുക്കി അഭ്യർത്ഥിച്ചുകൊണ്ട് AV സഭാ പ്രസിഡന്റ് KC ഗോപി അധ്യക്ഷത വഹിച്ചു. 1-2 വർഷങ്ങളല്ല, പല വർഷങ്ങളായി തീരദേശത്ത് വിവാഹം വരുന്നതിന് മുമ്പ് കൂടുതലായിരുന്നു. ഇപ്പം ചില ഭാഗങ്ങളിലായിട്ട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് JKDA താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം വർഷകാലത്ത് വെള്ളം കയറുമ്പം പഞ്ചായത്ത് മെമ്പർ തുടങ്ങി മേലോട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും സ്ഥലത്തെത്തുകയും ആശ്വസിപ്പിക്കുകയും ദുരിതമനുഭവിച്ചവരെ സ്കൂളുകളിൽ കൊണ്ട് താമസിപ്പിക്കുകയും വില്ലേജുകാരോടെ ഭക്ഷണം കൊണ്ടേ കൊടുക്കുകയും എല്ലാവരും മറ്റ് സന്നദ്ധ സംഘടനകൾ സ്നേഹം അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഒരുപാട് വാഗ്ദാനങ്ങളും ഉണ്ടാവും. ആ വാഗ്ദാനങ്ങൾ അതെല്ലാം ആശ്വസിപ്പിച്ച് എല്ലാവരും വീട്ടിൽ പറഞ്ഞേക്കും. ആരെങ്കിലും സന്നദ്ധ സംഘടനകളെല്ലാം ആ വീടുകളെല്ലാം നന്നാക്കി അല്ലെങ്കിൽ കഴുകിക്കിടച്ച് വൃത്തിയാക്കി കൊടുക്കും. അതോടെ ഇത് തീരുകയാണ്. കുറേ ദിവസം കഴിയുമ്പം ഇവിടെയൊക്കെ ഫ്ലെക്സ് കാണും. അതായത് പഞ്ചായത്ത് മെമ്പർ തുടങ്ങി മേലോട്ടുള്ള എല്ലാവരും ഇവിടെ ബോഡികൾ കൊണ്ടുവരുന്നു. നമ്മളൊന്നും കേൾക്കാത്ത പേര്, പണ്ടൊക്കെ ഈ സീവാണെന്ന് നമുക്കറിയാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പേര് ടെട്രാപോഡ്, അതൊക്കെ ഇവിടെ വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആശ്വാസമായി. പക്ഷെ ഒന്നും വരണില്ല. ഇത് വർഷങ്ങളായി. സംസ്ഥാന സെക്രട്ടറി KK തമ്പി, താലൂക്ക് സെക്രട്ടറി KC ഗോപാലകൃഷ്ണൻ, AS ബൈജു, ശ്രീരാജ് നെടുങ്ങാട്, ഉമാലത ശശിധരൻ, ശാന്തി മുരളി, ശ്യാമള ഷിബു എന്നിവർ പ്രസംഗിച്ചു.